201 റൺസിനൊന്നും ഒരു വിലയില്ലാതായ. അതായത് ആ സൺറൈസേഴ്സ് ഇഷാൻ കിഷനും അനികേത് വർമ്മയൊക്കെ കൂടി കഷ്ടപ്പെട്ടാണ് 20 ഓവറിൽ 201 റൺ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതും വെറും 15.4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് RCB ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേസ് ചെയ്ത് പിന്നെ ആരാണെന്നൊക്കെ അറിയാമായിരിക്കുമല്ലോ. അതന്നെ വിരാട് കോഹ്ലി തന്നെ. കിങ് കോഹ്ലി അല്ലാണ്ട് ആരാണ് ഇത് ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്? അതും വിന്നിങ് റണ്ണും കൂടി അടിച്ചിട്ട് വെറും 38 ബോളിലാണ് 69 റണ്ണ് കോഹ്ലി അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 5 4ഉം 5 6 അടിച്ചിട്ടുണ്ട്. കോഹ്ലി എന്തൊരു മനുഷ്യനാണ് ഈ കോഹ്ലി. അതായത് കോഹ്ലി ലാസ്റ്റ് 2020 തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആ ഒരു ഫൈനലാണ്. കിങ്സ് 11 പഞ്ചാബിൻ്റെ കൂടെയുള്ള ആ കളിയിലാണ് 2020 കളിച്ചിട്ടുള്ളത്. അത് പിന്നെ കോഹ്ലി 2020 കളിച്ചിട്ടില്ല. ഫോർമാറ്റ് ഉണ്ടായിരുന്നു, വൺ ഡേ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം കോഹ്ലി കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും 2020 ക്രിക്കറ്റിൽ വരുമ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ T20 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടാണ് ഇന്ത്യയുടെ പ്രകടനം, ബാക്കി ടീമുകളൊക്കെ ഇങ്ങനെയാണ് കളിക്കുന്നത് കണ്ടാണ്. ശൈലിയൊക്കെ മാറി, എല്ലാവരും ഫസ്റ്റ് ബോളിൽ തന്നെ അടിച്ച് കളിക്കുക എന്നുള്ള രീതിയിൽ ശൈലിയൊക്കെ മാറി. പക്ഷേ ശൈലി മാറിക്കോട്ടെ, ഫോർമാറ്റ് മാറിക്കോട്ടെ, കോഹ്ലി എപ്പോഴും കോഹ്ലി തന്നെയാണ്. വെറുതെ ഒന്നുമല്ല ചേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അത് ഫോർമാറ്റ് ഏതാണെങ്കിൽ പോലും കോഹ്ലി അതിനനുസരിച്ചിട്ട് കളി മാറ്റുന്നത് നമുക്കറിയാവുന്നതാണ്. അതൊന്നുകൂടി നമുക്കൊന്ന് കാണിച്ചു തന്നു. കിങ് കോഹ്ലി എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത്. ഇനി കോഹ്ലി മാത്രമല്ല ആ ഒരു ചേസിൽ ബാംഗ്ലൂരിന് വേണ്ടി തകർത്തടിച്ചിട്ടുണ്ടായിരുന്നത് ദേവ്ദത്ത് പടിക്കൽ. എന്ത് കളിയാണ് ദേവ്ദത്ത് പടിക്കലിൻ്റെ ഭാഗത്തുണ്ട്. ഡൊമസ്റ്റിക് ക്രിക്കറ്റ്, അതായത് ആ റെഡ് ബോൾ കളിയുണ്ടല്ലോ, അതായത് വലിയ വ്യൂവർഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവർ ഗ്രൈൻഡ് ചെയ്ത് കളിക്കുന്ന കളിയുണ്ടല്ലോ ഡൊമസ്റ്റിക് ക്രിക്കറ്റ്. ആ ഒരു കളി കളിച്ചിട്ട് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എത്രത്തോളം പ്ലേയേഴ്സിൻ്റെ ഗെയിമിലേക്ക് അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലേക്ക് ആയാലും അവരുടെ ആ ഒരു ഗെയിമിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരുന്ന ഒരു ഇന്നിങ്സ് തന്നെയാണ്. അതായത് ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ്, ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്നിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് തന്നെയാണ് ദേവ്ദത്ത് പടിക്കലിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി രജത് പട്ടിദാറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ബോളേ കളിച്ചുള്ളൂ, പക്ഷേ 31 റൺ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പട്ടിദാർ. അതായത് ഇവരൊക്കെ കൂടിയിട്ടാണ് ആ ഒരു 201 എന്നുള്ള ആ ഒരു വലിയ സ്കോറ് നമുക്ക് നോക്കിയപ്പോൾ ഇത് ഭയങ്കര ചെറുതായി പോയല്ലോ എന്നുള്ളൊരു തോന്നൽ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബോളർമാർക്കാണെന്നുണ്ടെങ്കിൽ സൺറൈസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾക്കും ഒരു ആൻസർ പോലും ഉണ്ടായിരുന്നില്ല. ഡേവിഡ് പേന് 2 വിക്കറ്റൊക്കെ കിട്ടി, പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് ബാംഗ്ലൂരിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള ഒരു വിക്കറ്റൊന്നും അല്ലായിരുന്നു. ചാമ്പ്യന്മാരായിട്ട് കളിക്കുമ്പോൾ ചാമ്പ്യന്മാരായിട്ട് തന്നെ കളിക്കണം, അതാണ് ബാംഗ്ലൂർ ഈ ഒരു ഇതിൽ തെളിച്ചുകൊണ്ടിരുന്നായിരുന്നത്. ഇനി ഫസ്റ്റ് ഇന്നിങ്സിൽ നല്ല രീതിയിൽ ഇഷാൻ കിഷൻ കളിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ അവർക്ക് 2-3 വിക്കറ്റ് ജേക്കബ് ഡെഫിയുടെ കിഡിലൻ ആ ഒരു സ്പെല്ലിൽ, അതായത് 4 ഓവർ സ്ട്രെയിറ്റ് എറിഞ്ഞിട്ട് നേരെ അദ്ദേഹം കളി നിർത്തിപ്പോയി. അതായത് കളി നിർത്തിപ്പോയതല്ല, ഇമ്പാക്ട് പ്ലെയറായിട്ട് ദേവദത്ത് പടിക്കലിന് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഓവർ എറിഞ്ഞ് അതോടെ കയറി. പക്ഷേ ആ 4 ഓവറിൽ കളിയുടെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് ജേക്കബ് ഡെഫിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 4 ഓവറിൽ 22 റണ്ണിന് 3 വിക്കറ്റ്. അതുമാത്രമല്ല 13 ഡോട്ട് ബോളും ആ ഒരു 4 ഓവർ സ്പെല്ലുണ്ടായിരുന്നു. അത് തന്നെയാണ് കളിയുടെ ഗതി മാറ്റിയതും. ഇഷാൻ കിഷൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അനികേത് വർമ്മ ലാസ്റ്റ് നല്ലൊരു വെടിക്കെട്ട് പ്രകടനമൊക്കെ അയച്ചു വെച്ചു. എന്നിരുന്നാൽ പോലും ആ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ചെറിയ ഗ്രൗണ്ടിൽ അത് വളരെ ചെറിയൊരു സ്കോറായി പോയെന്ന് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല ഫിൽസാളിൻ്റെ ഉജ്ജ്വല ഫീൽഡിംഗ് പ്രകടനമൊക്കെ നമ്മൾ കണ്ടല്ലേ. പടിക്കൽ 3 ക്യാച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു പടിക്കലിൻ്റെ. ഓൾറൗണ്ട് ഒരു പ്രകടനം തന്നെയാണ് പടിക്കലിൻ്റെ ഭാഗത്തായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ 2026 സീസണിൽ IPL ഒരു കിടിലൻ തുടക്കം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ഹൈ സ്കോറിങ് ഗെയിമോ ഒരു ഹൈ സ്കോറിങ് ചേസ് നമ്മൾ കണ്ടു. ഇനി വാങ്കഡയിലാണ് കളി വരുന്നത്. മുംബൈ കൊൽക്കത്തനെയാണ് അവിടെ നേരിടാൻ പോകുന്നത്. എന്തായാലും അതിലും ത്രില്ലും കാര്യങ്ങളൊന്നും കുറവുണ്ടാവില്ല. ഞാനും ആ മത്സരത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് തന്നെയാണ്. ബാംഗ്ലൂരിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ടിട്. ഒരു ചെറിയ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസിൻ്റെ ആ ഒരു ക്യാച്ചിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതൊരു ക്യാച്ചായിട്ട് തന്നെ, ഓൺ ഫീൽഡ് ക്യാച്ച് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ക്യാച്ച് എന്നുള്ള നിഗമനത്തിലെത്തി എന്നാണ് ഒഫീഷ്യൽസൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?